നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് എന്താ പറയാ, ബിന്നി. യെസ്, ടെലിവിഷൻ താരമാണ്. സീരിയലിലൊക്കെ കാണുന്ന ഒരുപാട് പേർക്ക് ഫാൻസ് ഉള്ള താരമാണ്. നമുക്ക് ആളെ കൂടുതൽ അറിയുന്നത് ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന സീരിയലിന്റെ ആക്ട്രസ് ആയിരുന്നു, ഹീറോയിൻ ആയിരുന്നു. അപ്പൊ ബിന്നി സെബാസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. എനിക്ക് തോന്നിയത് ആള് ഭയങ്കര എനർജറ്റിക് ആണ്, ഇച്ചിരി പാവാണ്, കാണാൻ ഗ്ലാമർ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ലവ് സ്ട്രാറ്റജി ഒക്കെ മാരീഡ് ആണോ? മാരീഡ് ടു നൂബിൻ ജോണി എന്ന് പറഞ്ഞ വേറൊരു ആക്ടർ ആയിട്ടാണ് മാരീഡ് ചെയ്യുന്ന സീരിയലിലുള്ളത്. അതെനിക്കറിയില്ല. അതെ, ഷീസ് മാരീഡ് ആണ്. അപ്പൊ പിന്നെ നമുക്ക് ലവ് സ്ട്രാറ്റജിയിലേക്ക് പ്രതീക്ഷിക്കില്ല. ആള് പക്ഷെ ഭയങ്കര പാവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇന്റർവ്യൂ എടുത്തു, നമ്മുടെ ചാനലിൽ തന്നെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. ആ ആളുടെ ഒപ്പം നമ്മൾ സംസാരിച്ചുള്ളൂ, ബിന്നിനെ പറ്റി കഴിഞ്ഞ ദിവസം സംസാരിച്ചുള്ളൂ. അപ്പൊ ശരിക്കും ഇതൊരു വണ്ടർ ആയിരുന്നു. നമ്മൾ സംസാരിച്ച ഒരാൾ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ കാണുമ്പോ ഒരു വണ്ടർ ആയിരുന്നു. അപ്പോ പിന്നെ വരുന്ന ഒരാളെന്ന് വെച്ചാല് അഭിലാഷ് ആണ്, ഇൻഫ്ലുവൻസർ ആണ്. ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ആള് ഇതിലോട്ട് വന്നതിന് കാരണം പറഞ്ഞത് ആളുടെ ഡിസബിലിറ്റി ആണ്. ലൈക്ക് ഡിസബിലിറ്റീസ് ഉള്ള എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള സീസണിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അങ്ങനെ പൊതുവെ അങ്ങനെയുള്ള ഒരു ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ സീസണിൽ അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് ലെസ്ബിയൻ കപ്പിൾസ് വന്നു, ഒരു പുറത്തുനിന്നുള്ള ഒരു ലൈക്ക് എക്സൈറ്റ് വേറൊരു ബിഗ് ബോസിൽ ചെയ്ത ഒരാൾ വന്നു. ഇപ്പൊ അതെ അഭിലാഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി എടുത്ത് പറഞ്ഞു, എന്നെ പോലെ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ആവണം, എന്നെ കണ്ടിട്ട് അവർ ഇൻഫ്ലുവൻസ് ആവണം, മാറി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, അതിന്റെ ആവശ്യമുണ്ട്. ആള് കുറച്ച് ഇതാണ് എന്താ പറയാ, റോങ് ആണ്. റോങ് മീൻസ് എല്ലാത്തിലും കയറി പ്രതികരിക്കുന്ന ഒരാളാണ് അനാവശ്യമായിട്ട്. ഇപ്പൊ നമ്മുടെ ചാനലിലാണെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളെ വ്യക്തികളെ കല്യാണം കഴിക്കുമോ എന്നുള്ളത് ചോദിച്ചിട്ട്. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു ഫോളോവർ നമുക്ക് കമന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചാണ്. ഈ പുള്ളി ഇതിനെതിരെ എതിർത്ത് വീഡിയോ ചെയ്യുന്നു, നമുക്ക് മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തുന്നു, കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളായിട്ട് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഇടയ്ക്ക് അത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ നടക്കുന്നതിനെ എതിർക്കണല്ലോ. അല്ല ഇത് വെറുതെ അല്ലാതെയും പല പ്രശ്നങ്ങൾ ഈ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടേക്കുന്നത്. അല്ല, പൊതുവേ എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്, പ്രതികരിക്കും, റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരാള് ഈ ബിഗ് ബോസ് വരുമ്പോ തന്നെ ഒബ്വിയസ്ലി അവിടെ എന്ത് നടന്നാലും ഹി വിൽ റിയാക്ട്. അപ്പൊ ഹീസ് എ സ്ട്രോങ് പ്ലെയർ എന്ന് നമുക്ക് പറയാൻ പറ്റും, ചാൻസ് ഉണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണല്ലോ ബിഗ് ബോസ്. ആവശ്യമായിട്ട് എല്ലാ കാര്യത്തിലും കയറി റിയാക്ട് ചെയ്യുന്നത് അതിനിപ്പോ നമുക്ക് അറിയത്തില്ലല്ലോ, ബിഗ് ബോസ് വരുമ്പോ ആളുടെ സ്ട്രാറ്റജി എന്തായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ. അത് വരുന്ന വെച്ച് നമുക്ക് നോക്കാം.